അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണ്, അറബി പയ്യനാണ്, സാധാരണക്കാരനായ അറബി പയ്യനാണെന്ന് പറഞ്ഞാൽ, അബൂജഹൽ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് സുബ്ഹാനല്ലാഹ് വാഫഖി തങ്ങളും പാണക്കാട് തങ്ങളും ഒക്കെ മാനസിക രോഗികളാണെന്ന് പറഞ്ഞാൽ, കണ്ണിയത്ത് ഉസ്താദും ഇ കെ ഉസ്താദും ഖീന ഉസ്താദും ഒക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ആരും ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ സഹോദരന്മാരെ. നിങ്ങൾ നിഷ്പക്ഷമായി നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ആരാണ് കുറ്റക്കാർ? കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം, മുസ്ലിയാരെ അതെങ്ങനെയാ അള്ളാന്റെ സിഫത്തിനെ നിശ്ചയിച്ചാൽ ശിർക്കാവൂല, കുഫ്റല്ലേ ആവൂന്ന്? അപ്പൊ മൗലവിക്ക് ഞാൻ മൗലവിന്റെ ആൾക്കാരെ ഒരു ഗ്രന്ഥം തന്നെ വായിച്ചങ്ങ് കേൾപ്പിച്ചു കൊടുത്ത്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്ത് നിശ്ചയിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുന്ന പദ്യം വായിച്ചു കൊടുത്തു. മൗലവി ഇപ്രാവശ്യം എന്നെ അറിഞ്ഞോ, നിങ്ങൾ കുറച്ച് പദ്യം ബാക്കി പദ്യം കൂടി ഞാൻ ചെല്ലാൻ ഞാൻ മറുപടി ആവോ? എന്താ മറുപടിയോ? ആവശ്യമുള്ള അല്ലാണ്ട് ഞാൻ ചെല്ലണോ? ആവശ്യമില്ലാത്ത കുറച്ചയാൾ ചെല്ലാൻ മറുപടി പറഞ്ഞോ? എന്നിട്ട് എന്നോട് പറയാണ്, ബഹുമാനപ്പെട്ട നെല്ലിക്കത്ത് ഉസ്താദിന്റെയും നജീബ് മൗലവിയുടെയും പുസ്തകത്തിൽ നിങ്ങൾക്കെതിരായിട്ടുണ്ട്. ആരാ മൗലവി പറഞ്ഞത്? നിങ്ങൾക്ക് പണ്ഡിതന്മാരെ ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ മൗലവി? അത് ഞങ്ങളെ ഉത്തരവാദി. എന്നിട്ട് നെല്ലിക്കത്ത് ഉസ്താദിനെയും നജീബ് മൗലവിയെയും ഇവിടുത്തെ ചർച്ചയിൽ വലിച്ചിടണോ? നിങ്ങൾക്ക് ഈ പണ്ഡിതന്മാരെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? അറിയാൻ കഴിയുമോ? ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങളെ പുസ്തകത്തിൽ മാത്ര എത്ര സ്ഥലത്തുണ്ട് ആ വിഷയം? നിങ്ങളെ കിതാബിൽ മാത്രല്ല. വഖദ് ഖാല സജ്ജാജ് കുല്ലു കാഫിരിൻ മുശ്രികുൻ, വഖദ് ഖാല സജ്ജാജ് കുല്ലു കാഫിരിൻ മുശ്രികുൻ. ആ നോക്കിയിട്ട് പഠിച്ചു വാ. ഏതാ കിതാബ് ഇപ്പം പറയൂല, അങ്ങനെ ഒറ്റ കിതാബിൽ ഇല്ല എന്ന് പറ. അപ്പൊ നോക്കാ, ഇവിടുന്ന് പറഞ്ഞ് റാസിമാമ് പറഞ്ഞിട്ടുണ്ട്. എന്ത് റാസിമാമ് പറഞ്ഞിട്ടുണ്ട്? മുശ്രിക്കീങ്ങൾക്ക് മരണശേഷവും ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. റാസിമാം പറഞ്ഞിട്ടുണ്ട്. അവിടെ റാസിമാമിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിച്ചു എന്നോട്. റാസിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു ദഈഫായ സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരു ഖൗൽ, ഒരു ഖീലുണ്ട് എന്നാ. മൗലവി കബറും പുറത്ത് കൊണ്ട് ഞാനല്ല, അമാനി മൗലവിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിക്ക്, നിങ്ങളെ ഖുർആൻ പരിഭാഷയിലുള്ളത് ആ മുശ്രിക്കീങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമില്ലായിരുന്നു. റാസിമാം അന്ത്യദിനത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്ന് തന്നെയാ പറഞ്ഞത്, ഉണ്ട് എന്നല്ല പറഞ്ഞത്. പഠിച്ചിട്ട് പറയണം മതം. പിന്നെയോ സുബ്ഹാനല്ലാഹ്, ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാൻ. ഞാൻ ചുരുക്കി പറയാണ്. മൗലവി ആനത്തലവർത്തൊരു ചോദ്യം ചോദിച്ചിട്ട് ഇവിടെ ഇന്നലെ ഇവിടുന്ന് പ്രസംഗിച്ചു പോകുമ്പോൾ എന്റെ ഒരു സ്നേഹിതൻ അല്ലാഹുവിന് ബർക്കത്തിട്ടേന് എന്നോട് പറഞ്ഞു, മൗലവി കാര്യമായിട്ട് ചോദിച്ചു ചോദ്യം ഉണ്ട് ഉസ്താദേ. എന്താണ് അത്? നിങ്ങൾ പറഞ്ഞല്ലോ അബൂജഹലിന് വിശ്വാസമില്ല, മൗലവി പറഞ്ഞല്ലോ വിശ്വാസം ഉണ്ട്. അപ്പൊ മൗലവി ചോദിക്കുന്നത്, അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞില്ലേ അബൂജഹലും കക്ഷികളൊക്കെ? അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അവർ പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് ബാധിക്കൂലല്ലോ, പിന്നെ അള്ളാഹ്ക്ക് എന്തിനാ അവർ പിടിക്കുന്നത്? മൗലവിന്റെ ചോദ്യ. മൗലവി, നിങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചിട്ട് എന്റെ അടുത്ത് പഠിക്കേണ്ട ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ പഠിച്ചത് പോലെ ഇതും പഠിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി ഇനി വന്ന് പറഞ്ഞാൽ ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തരും. എന്താണെന്നറിയോ? ശരിക്കും കേട്ട് പഠിച്ചോ. ഒന്നുമില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരാണോ? നിസ്കാര ഹൈലോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാര ആണോ? ജനാപത്തോട് നിസ്കരിച്ച നിസ്കാര? അപ്പൊ നിസ്കാരമല്ലല്ലോ. പിന്നെങ്ങനെ ഹറാമായത്? പിന്നെങ്ങനെ ഹറാമായത്? ഒന്നുമില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരമല്ല നിങ്ങൾ പറയുന്നു. പിന്നെ എങ്ങനെ ഒന്നുമില്ലാണ്ട് നിസ്കരിക്കൽ ഹറാമാകുന്നു? അത് നിസ്കാരമല്ലല്ലോ. പിന്നെങ്ങനെ ഹറാമാകുന്നു? മൗലവി അതിന്റെ മറുപടി പറ. എന്നാ ഇൻഷാ അല്ലാഹ് മറ്റേ മറുപടി കിട്ടും. തലച്ചോറിന്റെ കിട്ടും കേട്ടോ. അപ്പൊ കിട്ടും. അങ്ങനെ അങ്ങ് പഠിക്കണ്ട. എന്റെ അടുത്ത് കുറെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ച എന്തെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പം വന്നപ്പോ അതൊക്കെ മാറ്റി. ഇപ്പൊ പറഞ്ഞതറിയോ? മുശ്രിക്കുകൾ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് ചെയ്തിരുന്നു. ഇപ്പൊ മുമ്പ് പറഞ്ഞ അള്ളാഹുവിന് വേണ്ടി ഇത്തിക്കാഫിരുന്നു. ഇപ്പൊ പറഞ്ഞ് വേണ്ടി എന്ന നിലക്ക്. അവിടുന്ന് എന്ന നിലക്ക് ഇപ്പൊ പുതുതായിട്ട് വന്ന എവിടുന്ന? എന്റെ പ്രസംഗം കേട്ട് പഠിച്ചതാ മൗലവി. അവർ മുശ്രിക്കുകൾ ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി എന്ന നിലയിൽ ചെയ്തിരുന്നു. കണ്ടോ? വേണ്ടി എന്ന നിലക്ക് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി തന്നെ, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ. ഇപ്പൊ വേണ്ടി എന്ന നിലക്ക് എന്ന നില വന്നത് എനിക്കേട്ടോ.
കേൾപ്പിച്ച് വേറൊരു മൗലവിന്റെതും ആ മൗലവിന്റെ ഒക്കെ ക്ലിപ്പ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞത്. ഇനിയോ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, അവർ അള്ളാഹുവിനെ ആരാധിച്ചവരായിരുന്നു. ഇപ്പൊ ഇവന്ന് വിട്ട് എന്റെ അടുത്ത് പഠിച്ച് അതിന് ആരാധന എന്ന് പറയൂല. ഇപ്പൊ പഠിച്ച് ഇപ്പൊ പറഞ്ഞ ഇപ്രാവശ്യം വന്നിട്ട് പറഞ്ഞ വാചകം ആരാധിക്കുന്നു എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് വെറ്റിക്കാഫൊക്കെ പോയി അത് ആരാധിക്കുന്നു എന്ന നിലക്ക് അവര് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധിക്കുന്നു എന്ന നിലക്ക് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കൊല്യാഹുൽ കാഫിറിനെ പഠിപ്പിച്ചതാണത്. മാറ്റണ്ട്. അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടി വന്ന് പഠിച്ചോ. ഒക്കെ നാദാവിന്ന് പഠിക്കണ്ട. മൗലവി ചോദിക്കണ്ട്, മുസ്ലിയാരെ നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് ചോദിച്ചാൽ എന്താ ചെയ്യാൻ? എന്റെ മക്കള് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ കുട്ടികള്, എന്റെ നേഴ്സ് കേൾക്കുന്ന കുട്ടികള്. ഇപ്പൊ ഈ സ്റ്റേജിൽ വന്നിരിക്കും കിതാബ് എടുത്ത് തരും, ഓരോന്നെടുത്ത് അതൊക്കെ ഞങ്ങളുടെ ദിവസം പഠിച്ച എന്റെ അടുത്തൊന്നും മുത്തലി ഉസ്താദിന്റെ ഇബ്രാഹിം ഉസ്താദിന്റെ അടുത്തും തങ്ങളൊക്കെ ഓതിയ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്ക് ഇപ്പൊ മറുപടി പറയാൻ ആ കുട്ടികൾ ധാരാളമാണ്. അതുകൊണ്ട് അവരെ സംശയമൊന്നും ബാക്കിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വേദാറാണ്ട. മൗലവിന്റെ സംശയം അങ്ങ് പഠിക്കണ്ട. സഹോദരന്മാര് മനസ്സിലാക്കണം, ഒരുപാട് വിഷയം ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. സുബ്ഹാനല്ലാഹ്. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നോട് ചോദ്യം, മിൻ ഈമാനിഹിം മിൻ ഈമാനിഹിം, ഇതിനെങ്ങനെ അർത്ഥം പറയാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ശരിക്കും അർത്ഥം പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ്, അല്ല അതിനെങ്ങനെയാ പറയാൻ? ഇപ്പം വന്നിട്ട് എന്നോട് ചോദിക്കാ അതിനെന്താ അർത്ഥം പറയാൻ? മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? എന്നെ സ്റ്റേജ് കയറിയിട്ട് പഠിക്കണോ? അങ്ങനെ ആരും പഠിക്കണ്ടോ? എന്റെ മൂപ്പർ എന്നോട് പറയാം അവസാനത്തേക്ക് വെച്ചാ ഞാൻ എന്താ വിചാരിച്ചത്? ഈ ഭാരത്തിൽ അവസാനത്തേക്ക് വെച്ചാ നിങ്ങൾക്ക് അങ്ങനെ അവസാനാക്കിയാ പറ്റുമോ? അതെന്ന് വെച്ചു കൊടുത്താ മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ, മഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും, അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിനി അടുത്ത പ്രസംഗത്തിൽ ഒന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും, എന്തറിയോ? അത് അന്നഹും യുഖിറൂന, അവര് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്? അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാന് എന്ന് പറഞ്ഞാൽ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅ്ബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്കുക? എന്താ അർത്ഥം വെക്കാൻ എന്നോട് ഇതിനെ പഠിക്കാണ്ടിക്ക് പോകുന്നതിനെ? കഴിഞ്ഞ പ്രാവശ്യം മിൻ ഈമാനിഹിം എന്താ അർത്ഥം വെക്കാ വെച്ച് ഞാൻ അർത്ഥം വെച്ചു കൊടുത്ത്. ഇപ്രാവശ്യം നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല, ഒപ്പര് പഠിച്ച്. എന്നിട്ട് എന്നോട് ഒരേ പഠിച്ചോ പേരോടെ എന്താണ് എന്താ അർത്ഥം വെക്കാന്ന്, എന്താ അർത്ഥം വെക്കാന്ന് കേട്ടോ, പഠിച്ചോ ആണെങ്കിൽ ഒന്നങ്ങനെ എന്റെ വഴി കിടക്കട്ടെ ഒന്നുകൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത്, അന്നഹും യുഖിറൂന വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന്. മാ യുഅ്മിനു എന്നാണല്ലോ ഖുർആനിലെ വാചകം. അപ്പൊ വാസ്തവത്തിൽ ഈ അബൂജഹലിനും കക്ഷികൾക്കും ഈമാൻ ഉണ്ടാവൂല എന്നുറപ്പല്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസമെന്നല്ല, അന്നഹും യുഖിറൂന, അവര് സമ്മതിക്കുന്നു എന്നാണ് അവിടുത്തെ ഈമാനിന്റെ അർത്ഥം. ഉത്തരം മുട്ടുമ്പോ സമ്മതിക്കുന്ന കക്ഷികളാണല്ലോ. അപ്പൊ അവിടുത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലുള്ള ഈമാനല്ല. അവര് സമ്മതിക്കുന്നു അന്നല്ലാഹ ഖാലിഖുഹും. യൂമിനു എന്നുള്ളതിന്റെ തഫ്സീറാണിത്. യൂമിനുവിന്റെ തഫ്സീർ യുഖിറൂന എന്നാണ്. വിശ്വസിക്കുന്നു എന്നല്ല, ഈമാൻ ഉണ്ടായിരുന്നു എന്നല്ല, സമ്മതിക്കുന്നവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ തഫ്സീർ വ്യാഖ്യാനം. എന്നിട്ട് അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരെ പടച്ചതെന്ന് സമ്മതിക്കുന്നവരായിരുന്നു. ഫദാലിക ഈമാനുഹും, അതാ അവരെ ഈമാന്. ശരിയായ ഈമാനല്ല. വഹും യഅ്ബുദൂന ഗൈറഹു, ഏത് നിലക്ക് അവരതാ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫദാലിക ശിർക്കുഹും തന്നെ എന്താകുക മൗലവിന്റെ ബേജാറ്. ഫദാലിക ശിർക്കും, അപ്പൊ അതാ അവരെ ശിർക്ക് എന്ന അർത്ഥോ മൗലവിന്റെ ബേജാറ്.
മൗലവി പഠിച്ചു. അവിടെ അർത്ഥം ഫദാലിക ശിർക്കുഹും, അതവരുടെ ശിർക്കാണ്. അത് ഇപ്പറുള്ള പോലെ തന്നെ അപ്പുറവും വേണ്ടേ? വേണ്ട. അതിന്റെ അത് അപ്പുറം ഇപ്പുറവും ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് ഓരോന്നിനും തഫ്സീർ പറയേണ്ടത്. പഠിച്ചോ, വേണമെങ്കിൽ 3-4 ആയത്തതിന് പഠിച്ചോ, പിടിച്ചോ, എന്നിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ മൗലവിമാരോട് പറ, നിങ്ങൾ എഴുതി തന്നോ കൊണ്ട് ഞാൻ നാദാപുരത്ത് പോയപ്പോ സംഗതി വഷളായി എന്ന് പറഞ്ഞേ. സംഗതി വഷളായിക്ക് എന്ന് പറഞ്ഞേ.